ഈശോയിൽ വിശ്വസിക്കുന്ന ആർക്കും അവിടെ പോയി പ്രാർത്ഥിച്ച ദൈവാത്ഭുതം അതിലൂടെ പ്രവർത്തിക്കും. അതിനൊരു സംശയമില്ല. കാരണം ദൈവം അവർക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയ കാത്തു നിൽക്കുക. നമ്മൾ ആ കുടുംബങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അവരുടെ ശാരീരികമായ ചിലപ്പോൾ ഒരു രോഗം ഉണ്ടായിരിക്കാം, അത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത് നമ്മൾ ചോദിക്കുമ്പോൾ അത് കറക്റ്റായിരിക്കും. നിങ്ങളാണ് എൻ്റെ കരങ്ങൾ, നിങ്ങളെ ഇല്ലാതെ വേറെ കരങ്ങൾ എനിക്കില്ല. ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ട്. അത് എന്നിലൂടെ കൊടുക്കാനൊരു അവസരം കിട്ടി. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു ക്രൈസ്തവനെ ശരിക്കും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അവൻ എപ്പോഴും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവം നൽകുന്ന രക്ഷയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരിക്കും ഓരോ മിഷണറിയും തുടരെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിലേക്ക് ഒത്തിരി പേരെ അടുപ്പിച്ച ഒരു കുടുംബത്തെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത്. മുൻപ് ഒരു എപ്പിസോഡിൽ കുറേ വിശേഷങ്ങൾ നമ്മൾ കേട്ടതാണ്, എങ്കിലും ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഇവർക്ക് ഷെയർ ചെയ്യാനുണ്ട്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വരാപ്പുഴ അതിരൂപതയിൽ കലൂരിലുള്ള ജസ്റ്റിൻ ടെസീറ്റ ദമ്പതികളുടെ വീട്ടിലാണ്. ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ഇവരെ വെൽക്കം ചെയ്യാം. നമ്മൾ ഇങ്ങനെ കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മിഷൻ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നു, അവിടുത്തെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു, ആ ഇടവകയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഇങ്ങനെ ആ കുടുംബം മുഴുവൻ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് അവിടെയുള്ള സഭയുടെ വളർച്ചയ്ക്ക്, അവിടുത്തെ ഇടവകയുടെ വളർച്ചയ്ക്ക് ഒക്കെ എത്രത്തോളം അത് സഹായകമാകുന്നുണ്ട്. അന്ന് എൻ്റെ ഫാമിലി ഒരുമിച്ചല്ല പോയത്. പക്ഷെ ഞാൻ പോകുമ്പോൾ ഇവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഫിസിക്കലി എൻ്റെ കൂടെ ഇല്ലെന്നുള്ളത്, പക്ഷെ പ്രാർത്ഥനയിലൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഒറ്റക്ക് പോകുന്നുള്ള ഒരു ഫീലിംഗ് ഇല്ല. വേറെ നമ്മളോടൊപ്പം വേറെ പലരും ഉണ്ടാവും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നമ്മുടെ കത്തോലിക്ക വീടുകളിലാണ് കൂടുതൽ പോകുന്നത്. അപ്പം ഇതുപോലെ ഞാൻ ഒരു അനുഭവം ഓർക്കുകയാണ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അധികം ഈശോയെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അവർക്ക്, പക്ഷെ അവർക്ക് ഈശോ ദൈവമാണെന്ന് അറിയാം. അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. അപ്പോൾ വലിയ മെസ്സേജുകളൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അവരുടെ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു, 40-45 വയസ്സുള്ളൂ, 2 മക്കളെ വളർത്തി. അവരുടെ ഭർത്താവ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത്തിരി സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കൃഷി സ്ഥലത്ത് മരിച്ചു കിടക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഒന്നും നടന്നില്ല. കൊലപാതകമാണോ, മരണമാണോ, ഹാർട്ട് അറ്റാക്കാണോ ഒന്നും പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തില്ല അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് അവർക്കും പിടികിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അവിടുത്തെ സിറ്റുവേഷനിൽ അടക്കിയിട്ടുണ്ടാവും. ഇവര് ഈ കുട്ടികളെ അവര് കാര്യങ്ങൾ നോക്കിയിടന്ന്, അവർക്ക് വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ നോക്കിയിടന്ന് വളർത്തി. പക്ഷെ അവര് ചെന്നപ്പോൾ അവരുടെ ഭാഗത്ത് ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും പ്രാർത്ഥന നിയോഗം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞൊരു കാര്യം ഇതാണ്: മാസങ്ങളായിട്ട് ഉറങ്ങിയിട്ടില്ല, ഉറക്കം വരുന്നില്ല, എന്ത് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാലും ഉറക്കമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു കുടുംബം. ഏതായാലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോന്ന് അന്ന് രാത്രി, അന്ന് എനിക്ക് കിടക്കും എഴുന്നേൽക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു, ഉറക്കമില്ലാത്തൊരവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ടെൻഷനോ ഒന്നും ഉണ്ടായില്ല, ഒരു കാരണവും ഇല്ല. അപ്പം എന്തോ ദൈവത്തിൻ്റെ ഒരു സൈനാണെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം അതുവഴി പോകേണ്ടി വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ അവിടെ കയറി ജസ്റ്റ് ഇവരെ വാദിക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയുണ്ട്, ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് ഇപ്പോൾ ശാന്തമായി. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പോയി ഉടനെ തന്നെ അവർ കിടന്നുറങ്ങി. മാസങ്ങളായി ഉറങ്ങാത്തത് ശാന്തമായിട്ട് ഉറങ്ങിയത്. അപ്പം ശരിക്ക് നമ്മൾ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളൊന്ന് ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവം ഭയങ്കരമായിട്ട്, കാരണം അവർക്ക് വേണ്ടി ഇത് കൊടുക്കാൻ കർത്താവിനെ കാത്തു നിൽക്കുക. തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിൽ തകർന്ന ഈശോയുടെ രൂപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്, നിങ്ങളാണ് എൻ്റെ കരങ്ങൾ, നിങ്ങളെ ഇല്ലാതെ വേറെ കരങ്ങൾ എനിക്കില്ല. നമ്മളിപ്പോൾ ജിഷ്യൂത്തോ കരിസ്മാറ്റിക്കോ ഒന്നും അല്ലാത്ത മനുഷ്യരായാലും മാമോയിസ വെള്ളം വീണ ഈശോയിൽ വിശ്വസിക്കുന്ന ആർക്കും, ഇനി മാമോയിസ സ്വീകരിച്ചില്ലെങ്കിൽ പോലും ഈശോയിൽ വിശ്വസിക്കുന്ന ആർക്കും അവിടെ പോയി പ്രാർത്ഥിച്ച ദൈവാത്ഭുതം അതിലൂടെ പ്രവർത്തിക്കും. അതിനൊരു സംശയമില്ല, 100% എനിക്ക് ഉറപ്പാ. കാരണം ദൈവം അവർക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയ കാത്തു നിൽക്കുക.
ഒരു മാധ്യമമായിട്ട്, ഒരു മീഡിയമായിട്ട് നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രം മതി. അവിടെ നമ്മൾ ഒരു ഹെസിറ്റേഷന്റെ ആവശ്യമില്ല. നമ്മളൊന്നും റെഡിയാണെങ്കിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം, ഒരു വർഷം ഒക്കെ നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ ദൈവ അത്ഭുതം നമ്മളോട് പ്രവർത്തിക്കും. കാരണം അത്രമാത്രം ആവശ്യമുണ്ട്. ആ രക്ഷകന് വേണ്ടി കാത്തിരിക്കുക. ലോകത്തിന്റെ രക്ഷകൻ ഈശോയാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് മിഷൻ മേഖലയിലൊക്കെ പോയിട്ടുള്ള കുടുംബങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മിഷൻ മേഖലയിൽ പല കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മീയ സ്ഥിതിയോ ഒന്നും നോക്കാതെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള കൂടുതൽ അനുഭവങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? ഗ്രാമങ്ങളിൽ വീടുകളിൽ സന്ദർശിക്കുമ്പോൾ എനിക്കൊരിക്കലും അങ്ങനെ തമ്പുരാനെ കേൾക്കാനോ കാണാനോ അങ്ങനെയുള്ള വിഷനോ വലിയ ദർശനപരമോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭാഷ, അവരുടെ ഭാഷ നമുക്കറിയില്ല, നമ്മുടെ ഭാഷ അവർക്കറിയില്ല. പിന്നെ ഒരു കാറ്റഗിസ്റ്റിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അവരത് അവരുടെ ഭാഷയിലേക്ക് അയാളെ സംസാരിച്ച് നടക്കണത്. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന്. എങ്കിലും നമ്മൾ ആ കുടുംബങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അവരുടെ ശാരീരികമായ ചിലപ്പോൾ ഒരു രോഗം ഉണ്ടായിരിക്കാം, അത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത് നമ്മൾ ചോദിക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും, അത് അവർക്ക് മാറിപ്പോവുകയാണ്. തലവേദന ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനസികമായിട്ടുള്ള ചിലപ്പോൾ ഒരു ഭാരമായിരിക്കാം. അപ്പൊ അതൊക്കെ നമുക്കൊരു ദൈവാനുഭവമാണ്. നമ്മുടെ വിശ്വാസവും ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആ ഒരു അനുഭവം നമുക്ക് അപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോ അവർക്ക് കൊടുക്കുക മാത്രമല്ല, നമ്മളിലും ഭയങ്കര അഭിഷേകം, നമുക്കും ഒത്തിരി പരിശുദ്ധാത്മാവിന്റെ ആ ഒരു കൂടെ നടക്കുന്ന അനുഭവം. നമുക്ക് ആ ശക്തി എന്താണ് നമുക്ക് മനസ്സിലാകുക. ഇത്രയും നാള് നമ്മൾ മാമോദിസ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ ഉപയോഗിക്കുന്നില്ല, പ്രയോഗിക്കുന്നില്ല. അതുകൊണ്ട് ശക്തമല്ലെന്നേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കാൻ എവിടെയെങ്കിലും അവസരം ഉണ്ടാക്കുമ്പോൾ അവിടെ ചൊരിയാണ്. ഇതിപ്പോ സത്യത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ ഇവിടെ നാട്ടിലുള്ള ക്രൈസ്തവരെ എല്ലാവരും കുറ്റപ്പെടുത്തല്ല, പക്ഷെ ഒരു സാഹചര്യം പറയുകയാണ്. അതായത് പലരും ഈ ഒരു വിശ്വാസത്തിലും ചൈതന്യത്തിലും ആത്മീയ നിറവിലും ഒക്കെ ജീവിക്കുന്നു എന്നല്ലാതെ ഇവർക്ക് ലഭിച്ച, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനായ അവന് ലഭിച്ച ആ ഒരു കൃപയെ ശരിക്കും ഉപയോഗിക്കുന്നില്ല, പ്രയോഗിക്കുന്നില്ല എന്നല്ല ശരിക്കും നമ്മൾ പലപ്പോഴും ചെയ്യണത്. അല്ലെങ്കിൽ ഞാനും ഒക്കെ ഒരു കാലത്ത് ചെയ്ത്, നമുക്ക് എല്ലാം ഭംഗിയായിട്ട് പോകണം, നമ്മുടെ മക്കൾ ഭംഗിയായിട്ട് പോകണം, നമ്മുടെ സാമ്പത്തിക എല്ലാം വേണം, ഞങ്ങൾക്ക് പിന്നെ കർത്താവിനോടൊത്ത് ആയിരിക്കുക, അത്രയുമുള്ള നമ്മുടെ ലക്ഷ്യം. മറിച്ച് നമ്മുടെ ആ സന്തോഷം അറിയാത്ത എത്ര പേരുണ്ട്, അവർക്ക് കൊടുക്കാൻ നമ്മളേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുകളിൽ. പക്ഷെ നമ്മ അങ്ങനെ തയ്യാറാവുമ്പോൾ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഇതുപോലെ ഇവിടെ ഒരു കിച്ചൺ ഇതിൽ പോയി നിന്നപ്പോൾ ഒരു ചേട്ടൻ വന്ന് ചോദിച്ചു, ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല ചേട്ടാ. അപ്പം ഞാൻ ആദ്യം നമ്മുടെ നോർമലി നമ്മളെ പറ്റിക്കാൻ എന്നുള്ള രീതിയിലാണ് ഒരു സാധാരണ മനുഷ്യന്റെ. അപ്പൊ പിന്നെ എന്റെ മനസ്സിൽ ഈശോ തോന്നിച്ചു, ഇവൻ യഥാർത്ഥത്തിൽ അവൻ അപ്പൊ ഞാൻ പതുക്കെ ചോദിച്ചപ്പോ, ചേട്ടാ ഞാൻ മേടിച്ചെന്നാ മതി എന്തായാലും മതി. അപ്പൊ ചോദിച്ചപ്പോ ദിവസമായിട്ട് കഴിച്ചിട്ടില്ല, ജോലി കായംകുളത്തുനിന്ന് വന്ന ആളാ, ഒരു പരിചയമില്ല. അപ്പൊ ഞാൻ വേഗം അവിടെ ഭക്ഷണം മേടിച്ചു കൊടുത്തു. പിന്നെ ഒരു ജോലി ഞാൻ ഇവിടെ പള്ളിയിലെ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു, വന്ന് ജോലി ചെയ്തു. ഫോൺ പിന്നെ ആളെ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ദൈവം ആ ഒരു വ്യക്തിയെ സ്പർശിക്കാനായിട്ട് ഇടയാക്കി. ദൈവത്തിന്റെ ഒരു സ്നേഹം ഞാൻ അതിലൂടെ ഞാൻ കൊടുക്കുകയും ചെയ്ത്. വേറൊന്നുമല്ല, ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ട്, അത് എന്നിലൂടെ കൊടുക്കാനൊരു അവസരം കിട്ടി. ശരിക്കും ഈ ഒരു മിഷൻ മേഖലയിലേക്കൊക്കെ പോകുന്ന കാര്യവും, അതുപോലെ തന്നെ സുവിശേഷം പറയുക, ഈശോയെ കുറിച്ച് പറയുക, മറ്റുള്ളവരുടെ അടുത്ത് ഒരു പരിചയവുമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിശ്വാസമുള്ളവർ പോലും എനിക്കൊന്നും അതിന് പോകാൻ കഴിയില്ല, ഞങ്ങളൊന്നും പോയാൽ ശരിയാവില്ല, അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന, മടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് നിങ്ങൾ കടന്നുപോയ ഈ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഈശോയുടെ സുവിശേഷം പറയാൻ വേണ്ടി നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഈശോ അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് ഒപ്പം ഉണ്ടാകും, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നുള്ള അനുഭവങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന കുടുംബങ്ങളോട്, അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളോട് അവർക്കൊരു ധൈര്യം കൊടുക്കാൻ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഇതുപോലെ ത്രിപുരയിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് പോയപ്പോൾ ഞങ്ങൾ ഒരു വീട്ടിലേക്ക്, അപ്പൊ ഇയാൾക്ക് വരാൻ പറ്റില്ല, കാരണം ബൈക്കിന് കുറേ ദൂരം പോകണം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കർഷക ഫാമിലി. അപ്പൊ അവിടെ അപ്പനും മൂത്ത മകനുമായിട്ട് പ്രശ്നമാണ്. അവൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക, അവന് ബൈക്ക് വേണം.
അവിടുത്തെ സാഹചര്യത്തിൽ. അയാൾക്ക് പാവപ്പെട്ട മനുഷ്യൻ. അയാൾ കരയാ. ഇവനാണെങ്കിൽ ഇദ്ദേഹത്തോട് ഭയങ്കര സംസാരിക്കണം, വളരെ രക്ഷയില്ല. എന്റെ കൂടെയുള്ള ആൾക്ക് മെസ്സേജ് ഉപദ്രവിക്കുന്ന അവസ്ഥയാണ്. ഉപദ്രവിക്കുന്ന അവസ്ഥയെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്. വേഗം അവനെ വിളിച്ചു, ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ലാസ്റ്റ് അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു. അപ്പന്റെ കാലയിൽ വീണ മകൻ മാപ്പ് പറഞ്ഞു. ആ കുടുംബത്തിന് സന്തോഷേ. നമുക്ക് ജീവിതത്തിൽ നമുക്ക് അതൊക്കെ കൊടുക്കുള്ളൂ. നമ്മളിവിടെ നമ്മുടെ കുടുംബത്തിൽ പല കുടുംബങ്ങളിലും ഇഷ്യൂ കണ്ട് നമ്മൾ വിഷമിച്ചിരിക്കുക. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകും. തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ പോകാനുള്ളവരോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം ദൈവം മനഃപൂർവ്വം തന്നേക്കണ. നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനേകനുണ്ട്, അവരിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള ഈ ഒരു ദൈവത്തിന്റെ സ്നേഹം ഒന്ന് കൊടുക്കാൻ നമുക്ക് പറ്റിയ. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ കുറവ് നമ്മൾ തന്നേക്കണേ. തീർച്ചയായിട്ടും ഈ കുറവ് അനുഭവിച്ചവനെ കുറവ് കാണുമ്പോൾ സഹായിക്കാൻ തോന്നുള്ളൂ അല്ലേ? പട്ടിണി അറിഞ്ഞവനെ പട്ടിണിക്കാരനെ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ, അവന്റെ വേദന മനസ്സിലാവുള്ളൂ. അതറിയാൻ വേണ്ടി ദൈവം തന്നേക്കണേ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങൾക്ക് നിറക്കാൻ വേണ്ടി തന്നേക്കണ കുഴികളാണത്. കാരണം കുഴിയില്ലാടത്തെ വെള്ളം കെട്ടിക്കിടക്കുള്ളൂ, അല്ലെങ്കിൽ ശേഖരിക്കാൻ പറ്റത്തില്ല. ഒപ്പം നമ്മൾ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ അത് ഈ ഇപ്പം ആന്ധ്രയിലൊക്കെ പോയ അനുഭവങ്ങൾ പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ ആ ഇടവകയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു പണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനമൊക്കെ നടക്കുന്ന ഒരു ഫീല് അപ്പൊ അത് എത്രത്തോളം അവിടുത്തെ വൈദികർക്കും പ്രത്യേകിച്ച് സന്യസ്തര് അവിടെ മിഷൻ പ്രവർത്തനത്തില് ജീവിതം മുഴുവൻ സമർപ്പിച്ച സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്ന വ്യക്തികളുണ്ട്, അവർക്ക് ഇത് എത്രത്തോളം ഒരു ശക്തിപ്പെടുത്തുന്ന അനുഭവമായിട്ട്? അവിടുത്തെ സിസ്റ്റേഴ്സ്, കോൺവെന്റിലെ സിസ്റ്റേഴ്സേ ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല. അത്ര അവർ ഉപവാസം എടുത്ത് നാളുകൾ പ്രാർത്ഥിച്ചിട്ടാണ് ശരിക്കും ഞങ്ങളെപ്പോലെയുള്ളവർ അവിടെ ചെല്ലുന്നത്. അപ്പം അവർ പറയണതാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്ത, കാരണം അവർക്കൊരു കുറെ പരിമിതികളുണ്ട് വീടുകളിൽ ചെന്ന് പറയുമ്പോൾ, അവരെ കേൾക്കുമ്പോഴും. പക്ഷെ കുടുംബമായിട്ട് നമ്മളെപ്പോലുള്ള ആത്മായർ ചെന്ന് പറയുമ്പോൾ കേൾക്കുന്നതും അവരിൽ വരുന്ന മാറ്റങ്ങളും വ്യത്യാസവും. അവർ ഈ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പലതും അവരാഗ്രഹിക്കുന്ന ഒരു ഇതിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ആ ഗ്രാമത്തിലെ ഇടവകയെ കുറച്ച് കുടുംബങ്ങൾ അങ്ങനെ ഇതുപോലെ ചെല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മാറ്റമാണ്. അപ്പൊ അവരുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. അപ്പൊ ചില വ്യക്തികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആള് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴ് കുട്ടികളില്ലാത്തതാണ്. ഒരു പോലീസുകാരനാ പിറ്റേ പ്രാവശ്യം എന്തപ്പോ അവർക്ക് 10 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ആള് കുട്ടികൾ. അപ്പൊ ഞങ്ങള് പിറ്റേ പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോഴാണ് ഇങ്ങേര് കുറെ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്നേക്കുക. ഞങ്ങള് ചെല്ലുമ്പോ ഞങ്ങക്ക് തന്നു വിടാൻ. അപ്പോഴാ പറയുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ പ്രാർത്ഥിച്ച് അനുഗ്രഹം കിട്ടി. അപ്പൊ കാത്തിരിക്കുന്ന അപ്പൊ അൽമായര് ചെല്ലുമ്പോ കുറെ വ്യത്യാസമുണ്ടേ. ആ സമയം നമ്മള് ശരിക്കും പറഞ്ഞ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം സമയമാണ് നമുക്കുള്ളത്. അല്ലാണ്ടും നമുക്ക് ഒഴിവ് സമയങ്ങൾ ഒത്തിരി ഉണ്ട്. ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന ജീവിതം, ദൈവത്തിന്റെ ദാനമാണ് നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്നിവിടെ ആയിരിക്കുന്നത്. അതിന്റെ ഒരംശം വർഷത്തിൽ ഇത്തിരി 2 ദിവസം അല്ലെങ്കിൽ 5 ദിവസമോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടി അപ്പന് വേണ്ടിയൊക്കെ നമ്മൾ ജീവിച്ചില്ലേ. അപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്ന അതാണ്, ഞങ്ങൾ ഇത്രയും വർഷം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി ജീവിച്ച് ദൈവം അപ്പൊ ഇത്രയും നാൾ നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിച്ചേക്കണത്. ഇനി കാരണം ആരോഗ്യമുള്ളിടത്തെ കാലം മാത്രമേ നമുക്ക് യാത്ര ചെയ്യാനും ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അവരിലേക്കൊക്കെ ഒന്ന് ചെന്ന് ഇത് യഥാർത്ഥ സത്യത്തെ, യഥാർത്ഥ പ്രകാശത്തെ, യഥാർത്ഥ രക്ഷയെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ എത്ര മനോഹരമായി മാറും. നമ്മളെ പോലെ തന്നെ നമ്മുടെ ജീവിതം ഒരു സമൃദ്ധമായ ഒരു ജീവിതമായി മാറും. പറഞ്ഞേക്കണതാണ്, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുന്നത് സമൃദ്ധമായ ജീവനാണ്. ആ സമൃദ്ധി എന്താണെന്ന് കാണണമെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ നമ്മൾ എന്തോരം സമൃദ്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഇപ്പോഴും പരാതിയാ, നമ്മുടെ വീട് ആ വീടിന്റെ ഒപ്പം എത്തിയിട്ടില്ല, ആ കാറിന്റെ ഒപ്പം എന്റെ കാറായിട്ടില്ല. പക്ഷെ അവിടെ നമ്മൾ ചെല്ലുമ്പോഴവിടെ നമ്മൾ എന്തൊരു സമൃദ്ധിയിലായിരിക്കണം. കുർബാന ഇപ്പൊ ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റുകളവില് 6 മണിക്ക് കുർബാന, 5:30 കുർബാന, 6:15 കുർബാന, ഏത് നമ്മൾ സമയം ഇറങ്ങണ അനുസരിച്ചാണ് നമ്മൾ എവിടെ ഏത് പള്ളിയിൽ പോകണം തീരുമാനിക്കണം. അവിടെ അങ്ങനെയല്ല, വർഷത്തിലൊരു നമ്മ ഇത്ര സമൃദ്ധി കേരളത്തിലുള്ളവരെ അനുഭവിക്കുമ്പോ ഇവിടെ നിന്ന് ഇനിയും നമ്മ ഇവിടെയുള്ളവരെ രക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒത്തിരി സാധ്യതകളുണ്ട്. വലിയ പള്ളി, കോടികളുടെ പള്ളി പണിയുമ്പോ അവിടെ ചെറിയൊരു കൂര ആണ് പലപ്പോഴും. പക്ഷെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തിയാണ്. നമ്മളെ ദൈവത്തെ കാണുന്ന പോലെയാണ് അവർ കാണുന്നത്. നമ്മളിപ്പം ഈ ഒരു പോയി വന്ന നമ്മുടെ അനുഭവങ്ങളും
വിശേഷങ്ങളും ഒക്കെ നമ്മൾ മറ്റു കുടുംബങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ആളുകൾ ഞങ്ങൾക്കും ഇതുപോലെ പോകണം അങ്ങനെയൊക്കെ തയ്യാറായിട്ട് വരുന്ന ഒരു പലർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ ചിലപ്പോ ചില കാര്യങ്ങൾ കൊണ്ട് ഇവിടെ വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പോ ചിന്തിക്കണ കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് യാത്ര ചെയ്ത് അവിടെ പോകാതെ തന്നെ ഈ പറഞ്ഞ സഹോദരന്മാര് നമ്മുടെ ഇടയിലുണ്ട്. മൈഗ്രൻസ് ആയിട്ട്, അതായത് അതിഥി തൊഴിലാളികളായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ട് ഇത്തിരി ഹിന്ദിയൊക്കെ പറയാൻ, മുറി ഹിന്ദിയൊക്കെ പറഞ്ഞാൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റും. യഥാർത്ഥ ദൈവത്തിന്റെ സ്നേഹത്തിൽ ചെയ്യാൻ പറ്റും. അതിനൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ മദർ തെരേസ ചെയ്തത് അല്ലേ, അത് സ്നേഹത്തിൽ നിറഞ്ഞാൽ കൊടുക്കുന്നത്. അതിനൊരു വ്യത്യാസമുണ്ട്. വെറും ഒരു സാമൂഹിക പ്രവർത്തനമല്ല, ഈശോയുടെ സ്നേഹത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ അൺകണ്ടീഷണലായ സ്നേഹത്തിൽ ചെയ്യുമ്പോൾ കുഷ്ഠരോഗിയായാലും നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റും. ഞാൻ അവിടെ മിഷന് പോയപ്പോ പല അഴുക്കും ഒക്കെ പിടിച്ച, പക്ഷെ അവരെ ചിലപ്പോൾ ചേർത്ത് പിടിക്കുകയും കിസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചില സിനിമയിലൊക്കെ ഉണ്ട്, ഇലക്ഷൻ ചെല്ലുമ്പോ എന്നിട്ട് പിന്നെ സോപ്പിട്ട് ഇതങ്ങനെയല്ല. ഒരു സ്നേഹം വന്നിട്ട് ഉള്ളിൽ നിന്നുള്ള ഈശോയുടെ സ്നേഹം വന്നിട്ട് ഈശോ എങ്ങനെ ചെയ്യും അതുപോലെ നമ്മൾ ചെയ്തു പോവുകയാണ്. നമ്മളെ നിർബന്ധിക്കപ്പെടുകയാണ് അങ്ങനെ ചെയ്യാൻ. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അതിന് നിർബന്ധിക്കുകയാണ്. നമ്മുടെ മുന്നിലുള്ള മറ്റു തടസ്സങ്ങളും ചിന്തകളും ഉത്കണ്ഠകളും ഒക്കെ മാറിപ്പോവുകയാണ്. നമ്മൾ വേറൊരു വ്യക്തിയായി മാറുകയാണ് അവിടെ. ശരിക്കും ഈ ഒരു അപ്പനും അമ്മയും മക്കളും ചേർന്ന് നടത്തുന്ന ഈ ഒരു സുവിശേഷ പ്രഘോഷണം, കുടുംബങ്ങളുടെ ഒരു പ്രേക്ഷിത മുന്നേറ്റം ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്? ഫാമിലി ആയിട്ട് പോകുമ്പോഴേ മക്കളും കുഞ്ഞുമക്കളും, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വലിയ കുട്ടികളായതുകൊണ്ട് നമുക്ക് അത്രയും പറ്റില്ല, അവർ ജോലിയും ഒക്കെ ഉള്ളു. പക്ഷെ പല ഫാമിലി പോകുന്നത് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ പോകുന്നത്. പക്ഷെ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, രോഗമോ ഒന്നുമില്ല. കർത്താവ് കാത്തുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോകണേ. അവിടെ ചെന്ന് നമ്മൾ ആളുകളോട് പറയുമ്പോൾ ഇങ്ങനൊരു ഫാമിലിയെ കാണുമ്പോൾ തന്നെ അവരിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അവർ കാഴ്ച തന്നെ, ആ ഫിസിക്കൽ അപ്പിയറൻസ് തന്നെ അവരെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുകയാണ്. അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. അവിടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പരസ്പരം ഭാര്യ ഭർത്താവും തമ്മിൽ അകന്ന് താമസിക്കുന്നവരൊക്കെ നമ്മൾ ചെന്ന് ഇത് പങ്കുവെച്ച് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന്, ഞാൻ വിചാരിക്കുന്നത് നമ്മളെക്കാൾ എത്ര നല്ല മനുഷ്യരാണ് അവിടെ. ഞാൻ കണ്ടത് അതാണ്. നമ്മളെക്കാൾ എത്ര നല്ല മനുഷ്യരാണ് അവർക്കൊന്ന് ഈ ഒരു സ്പർശനമൊന്നും കൊടുക്കാൻ പറ്റിയ എന്തൊരു ബ്യൂട്ടിയാ. നമ്മുടെ കുടുംബത്തിൻ്റെ അർത്ഥം അവിടെ വരികയാണ്. നമ്മുടെ വിവാഹം എന്ന കൂതാശയിലൂടെ നമ്മൾ സ്വീകരിച്ച നമ്മുടെ കുടുംബം സ്വർഗത്തിലെത്തിക്കാൻ മാത്രമല്ല, മറ്റു ചുറ്റുപാടുള്ള അനേകം ഇതുപോലെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ദൗത്യം നമുക്കുണ്ട്. കർത്താവ് അവസാനം തന്ന ആ ഒരു ദൗത്യം അതാണല്ല, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. സർവ്വ സൃഷ്ടികളെന്നാ പറഞ്ഞേക്കണത്. അപ്പൊ അവിടെയുള്ള ആടുമാടുകളും ഒക്കെ ഉൾപ്പെടും. കാരണം നമ്മളവിടെ ചെല്ലുമ്പോ ഇവര് ധ്യാനത്തിന് വന്നത്, കാരണം ഇവർക്ക് വീട്ടുകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ 2 ദിവസമൊക്കെ വന്ന് ധ്യാനത്തിന് വന്നെങ്കിൽ അവര് അവരുടെ കൂടെയുള്ള എല്ലാത്തിനായിട്ടാണ് വന്നത്. പക്ഷെ എന്നിട്ട് ഒരു വന്യ അവിടുത്തെ വികാരിയച്ഛനെയൊക്കെ അത്ഭുതപ്പെടുത്തണേണ് ഇവരിങ്ങനെ വരുമോന്ന്. പക്ഷെ നമ്മൾ കുടുംബമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ദൂരെന്ന് വന്ന് അവരെ ക്ഷണിക്കുമ്പോ അവർക്ക് നോ പറയാൻ പറ്റില്ല. അപ്പൊ അവര് വരികയാണ്. ആദ്യത്തെ ദിവസങ്ങൾ നമ്മൾ വീട് കയറി ഇറങ്ങി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ ഇതിലേക്ക് ക്ഷണിക്കുമ്പോ ലാസ്റ്റ് ദിവസങ്ങളിൽ അത്ഭുതകരമായി പേരെ പ്രതീക്ഷിച്ച അച്ഛൻ നോക്കുമ്പോ 500-1000 പേരാണ് അവിടെ എത്തുന്നത്. അതും അവര് ചിലവരൊക്കെ അവിടെ തങ്ങി, കാരണം ദൂരെ നിന്നാ വരുന്നത്. അപ്പൊ അവര് വന്ന് ഇവിടെ തങ്ങി അവര് ഭക്ഷണം വെച്ച് കഴിക്കുന്നു, ഇത് ചെയ്യുന്നു. ഈ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ പ്രായമുള്ള നടക്കാൻ ശേഷിയുള്ളവരൊക്കെ വരികയാണ്. വലിയ അത്ഭുതങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ പല ഗ്രാമങ്ങളിൽ ഈ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് പാപമാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ക്രിസ്ത്യാനികളാണ്, അതായത് കല്യാണം കഴിക്കാതെ 5-6 മക്കൾ 8 മക്കളൊക്കെയാണ് ഓരോ കുടുംബത്തിലും. വിവാഹം എന്ന് പറഞ്ഞാൽ കുദാശയിലേക്ക് അവർ പോയിട്ടില്ല. പക്ഷേ ഇത് തെറ്റാണെന്നും ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ആളില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചെന്ന് ഇത് അവരോട് സംസാരിക്കുമ്പോൾ കണ്ണുനീരോടുകൂടി കുമ്പസാരം എന്ന കൂതാശയും ഈ വിവാഹം എന്ന കൂതാശയും ഒക്കെ സ്വീകരിക്കുന്ന അവരാ ഒരു ശരിക്കും സ്വർഗത്തിൽ എന്ത് സന്തോഷമായിരിക്കും. ഒരു ആളുടെ മാനസാന്തരത്തെ പ്രതി സ്വർഗം ആഘോഷിക്കും. അപ്പൊ ഈ ഒരു കുടുംബമാണ് നമ്മളിങ്ങനെ ചെന്ന് ചെയ്യുമ്പോൾ മാറുന്നത്. ഒരു തലമുറയാണ്. അബ്രഹാം എന്ന് പറയുമ്പോ അബ്രഹാത്തിന്റെ ജനതതി കുടുംബമാണ്. പക്ഷെ അത് ഭാവിയിൽ കഴിയുമ്പോ അത് എത്ര വലിയൊരു ജനതയാണ്.
അപ്പൊ അവരെ ഗ്രാമം മാറി മറിയണാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഉള്ള ജനങ്ങളോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ പല ഗ്രാമങ്ങളിലും ഉണ്ട്. നമ്മൾ അനേകായിരം പേര് ഇവിടെ ഉണ്ട് ഇതൊക്കെ അറിയാവുന്നവര്. ഒരു ചെറിയ കാലം എടുത്ത് മുന്നോട്ട് വെക്കണമെങ്കിൽ തമ്പുരാൻ കൂടെ ഉണ്ട്, തമ്പുരാൻ അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ അവർക്കും ലഭിക്കും. മാത്രമല്ല നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. പിന്നെ സ്വർഗത്തിലുള്ള നിക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസവും വർദ്ധിക്കും. അതാണ് ഈ നമ്മ പഠിച്ചതൊന്നും പ്രാക്ടിക്കൽ ആവുന്ന ഒരു അവസ്ഥയാണത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടിവിയിലൂടെ കാണുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നടക്കുമ്പോ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ ഈ ഇവിടെയുള്ള ഇന്നത്തെ ചില ആകുലതകളൊക്കെ ഒന്ന് വിട്ടേച്ചും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി സമയവും ആരോഗ്യം ഉള്ളപ്പോ നമ്മൾ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഒരാൾക്ക് പോകാമല്ലോ. ഭാര്യ മുൻകൈ എടുത്താൽ ഭർത്താവിന് പോവാം, അല്ലെ ഭർത്താവ് മുൻകൈ എടുത്താൽ ഭാര്യക്കെങ്കിലും പോവാം, അല്ലെ മക്കൾ പോവാം. അല്ല, ഇപ്പം കുടുംബം ഒന്നിച്ച് തന്നെ പലരും ഉയർന്ന ജോലികളിലൊക്കെ ഉള്ളവരും ഇതുപോലെ സമയം മാറ്റിവെച്ച് മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ മലയാളികൾ പൊതുവെ ടൂർ പോകുന്ന ആളുകളാണ്. അതെ, ഈ ടൂർ പോകാനായിട്ട് ഒരു പ്രശ്നമില്ല. മറിച്ച് ഈശോയെ കൊടുക്കാനെന്ന് പോയാലെന്താ, കുറച്ച് ദിവസം മാറ്റി വെച്ചാലെന്താ. ഇപ്പൊ എനിക്ക് 60 വയസ്സായി. 60 × 365 എത്ര ദിവസങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു 10 ദിവസം എനിക്ക് മാറ്റി വെച്ചൂടെ? അതെ, അത് 10% എനിക്കൂടെ ഒരു 2% പോലെ, അല്ലെ 0.2% ആയിരിക്കും നമ്മൾ മാറ്റി വെക്കുന്നത്. അത് മാറ്റി വെച്ചൂടെ? റിട്ടയർമെന്റ് ലൈഫിലുള്ളവർക്കെങ്കിലും സാധ്യതയാണ്, വലിയ സാധ്യത. കാരണം ഞാൻ എന്ന് കൂടെ വന്നാലും കൂടുതൽ പേര് റിട്ടയർ ആയവരുണ്ട്, അല്ലാത്തവരും ഉണ്ട് കേട്ടോ, ചെറുപ്പക്കാരും ഉണ്ട്, കൊച്ചു കുട്ടികൾ വരെ ഉണ്ട്. പക്ഷെ ഞാൻ അവർക്കെങ്കിലും ചെയ്തുകൂടെ? ഇപ്പം ടെസി ഡെമിസ് ആണെങ്കിൽ ഇപ്പം ഫുൾ ടൈമറായിട്ട് എനിക്ക് ഫുൾ ടൈമർഷിപ്പ് എടുക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞ് എനിക്കൊരു ടീച്ചറായിട്ട് ജോലി കിട്ടാൻ സാധ്യതയുള്ള സമയത്താണ് എറണാകുളത്ത് നിന്ന് ആരും ഇല്ല എന്നുള്ളൊരു അവസ്ഥ വന്നത്. പക്ഷെ ഞാൻ അത് ഉപേക്ഷിച്ചിട്ടാണ് ഈ ഫുൾ ടൈമർഷിപ്പ് എടുക്കുന്നത്. അപ്പോ എല്ലാവരും ലോകത്തിന്റെ മുമ്പിൽ അതൊരു മണ്ടത്തരമായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്നെടുത്ത ആ സ്റ്റെപ്പാണ് ഇന്നും പാറമേൽ പണിത ഭവനം പോലെ എൻ്റെ ജീവിതത്തെ നിലനിർത്തിയേക്കണം. കാരണം ആ ഒരു വർഷം ഞാൻ അങ്ങനെ മാറ്റിവെച്ച് ജീവിതാനുഭവം, എനിക്ക് ദൈവാനുഭവം ഉണ്ടായത് ഞാൻ ആ ഫുൾ ടൈമർ ആയപ്പോഴാണ്. കൂടുതൽ ക്രിസ്തു എൻ്റെ കൂടെ എന്നെ കൈപിടിച്ച് നടത്തുന്ന അനുഭവം അത് ഇന്നും ഉണ്ട്. അപ്പൊ അതിലൂടെ എനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ ഇന്നും എൻ്റെ കുട്ടികൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഒക്കെ ഞാൻ പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. സമയത്തിന്റെ പൂർത്തീകരണത്തിൽ കർത്താവ് എനിക്ക് ജോലിയും തന്നു. ഞാനിന്ന് ടീച്ചറാണ്. ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിച്ച ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന പറയണത് സത്യം തന്നെയാണ്. അത് നമുക്കൊന്നും നഷ്ടപ്പെടില്ല. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് 14 വർഷം കഴിഞ്ഞപ്പോ അപ്പൊ പിലവ് ചേച്ചി ഞങ്ങൾക്കൂടെ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞ കാര്യം ഇതാണ്. 14 വർഷമായിട്ട് പിലവ് ചേച്ചിക്ക് അറിയില്ല ഞങ്ങൾ 14 വർഷം കല്യാണം കഴിച്ചതെന്നു. 14 വർഷമായിട്ട് ഒരു കൊട ചൂടിച്ച് നിങ്ങൾ കർത്താവ് നടത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേന്ന്. ശരിക്കും അത് ഭയങ്കര ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. കാരണം പിലവ് ചേച്ചിക്ക് അറിയില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കൃത്യം 14 വർഷമായിരുന്നു. അത് ഞങ്ങളുടെ അനുഭവമാണ്. ഈ പിലവ് ചേച്ചി വെറുതെ പറഞ്ഞതല്ല, ഞങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഞങ്ങൾക്ക് 2 പേർക്കും അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചു. ഒരു അപ്പന്റെ സ്നേഹം നൽകി ഞങ്ങളെ കർത്താവ് കാത്തു. ടീച്ചർ പറഞ്ഞ പോലെ ഒരു 1 ഇയർ ഫുൾ ടൈമർ കമ്മിറ്റ്മെന്റ് എടുത്തിട്ട് പോയി വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തില് ദൈവം ആ വിശ്വാസത്തിന്റെ തലത്തിൽ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ശരിക്കും കുടുംബങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. കുടുംബമായി മിഷൻ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ മക്കൾക്കൊക്കെ അവര് പഠിക്കുന്ന വേദപാഠം പഠിക്കുന്നതിനേക്കാൾ കണ്ണിന്റെ മുന്നിൽ അവർക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുന്നത് കാണാൻ ഒരുപാട് അവസരങ്ങൾ. തിയറിയാണല്ലോ വേദപാഠം. അതെ അതെ, ഇത് പ്രാക്ടിക്കലാ. ദൈവം ഒപ്പം നടക്കുന്ന അനുഭവങ്ങളും അടയാളങ്ങളും അവർക്ക് കണ്ട് ശരിക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഒരു അനുഭവത്തിലെ കുടുംബങ്ങൾക്ക് ഇസ്രായേല് ഈജിപ്തിൽ നിന്ന് വന്നപ്പോ ഏത് അനുഭവം ഉണ്ടായ ആ ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും ചെങ്കടലിന്റെ ഇപ്പുറത്ത് നിക്കണ ഇസ്രായേൽ അല്ല, ചെങ്കടല് കടന്ന് അപ്പുറത്തെത്തിയപ്പോ അല്ലെങ്കിൽ ജെറിക്കോപട്ടണം വീഴ്ത്തിയ ഇസ്രായേൽ അല്ല അതിനു മുമ്പുള്ള. അതൊക്കെ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇറങ്ങണം. കർത്താവിന്റെ കരം പിടിച്ച് കർത്താവിന് വേണ്ടി കരയുന്ന ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഇടയിലേക്കൊന്ന് ഇറങ്ങണം. തീർച്ചയായിട്ടും. ശരിക്കും നമ്മൾ ഇന്ന് വളരെ തീക്ഷ്ണതയുള്ള ഒരു എപ്പിസോഡിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ജസ്റ്റിൻ ചേട്ടനും ഒപ്പം ടെസി ഡെമിസും ഒക്കെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെച്ചു.
ഒരു കുടുംബത്തിന്റെ ഒരു പുറപ്പാട് അനുഭവമാണ് ശരിക്കും മിഷൻ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്നത് എന്ന് തന്നെയാണ് ഇവർ പങ്കുവെച്ചത്. നമ്മൾ ഇറങ്ങുമ്പോഴുള്ള നമ്മുടെ ഉത്കണ്ഠയും ആശങ്കയും നമ്മുടെ ആകുലതകളും ഒക്കെ മാറി വലിയ ശക്തിയും വിശ്വാസവും അത്ഭുതങ്ങളുടെ സാക്ഷികളായിക്കൊണ്ടുള്ള ഒരു അടിയുറച്ച ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് ഓരോ മിഷൻ യാത്രയ്ക്ക് ശേഷവും ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്നത്. ഇതുപോലുള്ള കുടുംബങ്ങളുടെ ശക്തമായ ദൈവാനുഭവത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. വിളവധികം വേലക്കാരോ വിരളം, വിളവിന്റെ നാഥാ വിളവെടുക്കുവാൻ. വിളവധികം വേലക്കാരോ വിരളം, വിളവിന്റെ നാഥാ വിളവെടുക്കുവാൻ. വേലക്കാരായി അയക്കണമേ അഭിഷേകത്താൽ ശക്തി